തിരുവനന്തപുരം വേങ്ങോട് SUT മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. യുവതിയുടെ വയറിലെ മുഴ നീക്കം ചെയ്യുന്നതിനിടയിൽ സർജിക്കൽ മോപ്പ് മറച്ചുവെച്ചതെന്നാണ് മറന്നുവെച്ചുവെന്നാണ് പരാതി വന്നിരിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാസങ്ങൾ കഴിഞ്ഞും വേദന ശക്തമായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിലാണ് പിഴവ് തിരിച്ചറിഞ്ഞത്. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. തിരിച്ച് നാട്ടിലേക്ക് വന്നു എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. പുള്ളി വന്നിട്ട് എന്നെ SIT ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അവിടെ അന്നേരം തന്നെ പിന്നെ ഇങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫോറിൻ ബോഡി കണ്ടെത്തുകയും അന്നേരം തന്നെ അവർ സർജറി ചെയ്തു. ഒരു 5 ദിവസം ഞാൻ അവിടുത്തെ ICUലായിരുന്നു SITയിലെ. സർജറി ചെയ്തിട്ട് ഇവർ നമുക്ക് SIT ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ഈ വയറിനകത്തുണ്ടായിരുന്നത് എന്താണെന്ന് എൻ്റെ ബൈസ്റ്റാൻഡറായ ഹസ്ബൻഡിനെയോ മമ്മിയോ ഒന്നും കാണിക്കുകയോ അതെന്താണെന്ന് പറയുകയോ ചെയ്തില്ല. അവർ ശരിക്കും അത് മനഃപൂർവ്വം ഒളിച്ചു വെച്ച പോലെയാണ്. രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, എത്ര പിഴവുകളാണ്, ചികിത്സാ പിഴവുകളാണ് കേരളത്തിൽ പല മെഡിക്കൽ കോളേജിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് പോലും അതിന് അറുതി വരുന്നില്ല എന്നാണ് SUT ആശുപത്രിയിൽ നിന്നുള്ള ഈ വാർത്തയോടുകൂടി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതെപ്പോഴാണ് ഈ സംഭവം പുറത്തറിഞ്ഞത്? എന്താണ് വിവരം? രജനി, തിരുവനന്തപുരം വേങ്ങോട് SUT മെഡിക്കൽ കോളേജിനെതിരെയാണ് ഇപ്പോൾ ഈ പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. ചികിത്സാ പിഴവ് സംഭവിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ആദ്യത്തെ സംഭവമല്ല. അത് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. അത് ഈ ഒരു തുടർക്കഥയാവുകയാണ്. ഇതിലൊരു കൃത്യമായിട്ടുള്ള ഇടപെടൽ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒരു കർശനമായിട്ട് നടപടിയിലേക്ക് ഒന്നും തന്നെ കടക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിന് കാരണമായി പറയേണ്ടി വരുന്നത്. ഇത് SUT വേങ്ങോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2023 ജൂണിലാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് ഈ വയറിലെ മുഴ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് 38 വയസ്സുകാരിയായ വേണി ബോസ് ഈ ആശുപത്രിയിൽ എത്തുന്നത്. അന്ന് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വയറ്റിൽ ഒരു സർജിക്കൽ മോപ്പ് കൂടി മറന്നു വെച്ചതിന് ശേഷമാണ് ഇവരെ സ്റ്റിച്ച് ചെയ്ത് മടക്കി അയക്കുന്നത്. ഇത്രത്തോളം വൈകാൻ കാരണം 72 ദിവസങ്ങളോളം ഇവർ ഈ വേദന സഹിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അമിതമായിട്ടുള്ള രക്തസ്രാവം വേണിക്ക് ഉണ്ടായി. അതിനുശേഷം പിന്നീട് പഴുപ്പ് ഉൾപ്പെടെ പുറത്തേക്ക് വരികയും അസഹനീയമായ വേദനയും രൂക്ഷമായിട്ടുള്ള ഗന്ധവുമൊക്കെയാണ് പുറത്തു വന്നത്. ഇവർക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി. അന്ന് ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ലൈലയാണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഇവരെ തന്നെ തുടർച്ചയായി വീണ്ടും ഇവർ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴും ഈ രക്തസ്രാവം തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ ഗൈനക്കോളജി വിഭാഗം ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി. അങ്ങനെ ഏറെക്കാലം ഇവർ ഈ വേദന സഹിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. അതാണ് ഇത്രത്തോളം താമസിക്കേണ്ടി വന്നത്. രശ്മി, ഇപ്പോൾ ഈ പരാതിക്കാരി തന്നെ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. എപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളൊരു വിവരം നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ഈ ആശുപത്രി അധികൃതരോട് ഈ കാര്യമൊക്കെ തന്നെ പറഞ്ഞപ്പോൾ അവരെന്ത് മറുപടിയാണ് നൽകിയത്? ഇത് മനസ്സിലായത് ഒരു 74-ാമത്തെ ദിവസം, അതായത് ഫസ്റ്റ് സർജറി കഴിഞ്ഞ് 74-ാമത്തെ ദിവസമാണ് ഇങ്ങനെ ഒരു ഫോറിൻ ബോഡി വയറിലുണ്ട് എന്ന് മനസ്സിലായത്. കാരണം വേദനയും വിഷമവും ഒക്കെ സഹിക്കാൻ വയ്യാതായപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. ഒരുപാട് സീരിയസ് ആയപ്പോൾ നാട്ടിലേക്ക് വന്നു. പുള്ളിക്കാരനാണ് എന്നെയും കൊണ്ട് SIT ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോൾ അവിടെ വെച്ചാണ് സ്കാൻ ചെയ്യുകയും എന്താണ് വയറിനകത്തൊരു ഫോറിൻ ബോഡി ഉള്ളതായിട്ട് പറയുകയും ചെയ്തത്. അന്നേരം തന്നെ അവർ റീസർജറി ചെയ്തു ഈ സംഭവം വെളിയിലെടുത്തു. പക്ഷെ നമുക്ക് അവിടുത്തെ ഗൈനക്കോളജി വിഭാഗത്തിലെ ഒരു ഡോക്ടേഴ്സും ഇത് എന്താണ് വയറിനകത്ത് ഫോറിൻ ബോഡിയാണ് എന്ന് പോലും ആ ഒരു സംഭവം മാത്രമാണ് ഹസ്ബൻഡിനോട് പറഞ്ഞത്. എന്താണ് സംഭവം അതിനകത്ത് ഇരുന്നത് സർജിക്കൽ മോപ്പാണ് എന്നുള്ളത് മമ്മിയോടോ എൻ്റെ ഹസ്ബൻഡിനോടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരും അത് ഒളിച്ചു വെക്കുകയാണ് ചെയ്തത്. ഇത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ, വേദനയും വിഷമമൊക്കെ. പക്ഷേ ഇതിങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്ന് പിന്നീട് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ഇങ്ങനെ പിന്നെയും ഈ ഒരു നെഗ്ലിജൻസ് പിന്നെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഒരു നടപടിയും പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടണമെന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. ഇനി ഒരിക്കലും ഇതുപോലെ ഒരു നെഗ്ലിജൻസ് എന്നെപ്പോലെ ഒരാളും ഇങ്ങനെ അനുഭവിക്കാൻ പാടില്ല എന്നാണ് വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കളെപ്പോലെ മറ്റൊരാൾക്കും ഇതുപോലെ ഈ കേരളത്തിൽ മറ്റൊരു ആശുപത്രിയിലും ഇതുപോലെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട്, കാരണം ഇത് 2023 ജൂണിലാണ് ഈ ഒരു സർജറി അവിടെ ചെയ്തത്.
അതിനുശേഷം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ 70 ദിവസത്തോളം പിന്നിട്ട് ഈ വേദന അനുഭവിക്കുകയായിരുന്നു. ഇക്കാര്യം പോലും പറഞ്ഞിട്ടും അവർ ഈ സംഭവം മറച്ചു വയ്ക്കുകയാണ് ചെയ്തത്. ഒപ്പം ഈ വേദന അനുഭവിച്ചത് അത് എത്രത്തോളമാണെന്നുള്ള കാര്യം താങ്കൾക്ക് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതിന് പിന്നെയുള്ള ചികിത്സ, ഇപ്പോൾ ഈ മുഴ നീക്കം ചെയ്തു, അതിനുശേഷം ഈ മോപ്പ് അകത്ത് വെച്ചിരിക്കുന്നു, അതൊക്കെ തന്നെ താങ്കൾ നീക്കം ചെയ്തു കഴിഞ്ഞു. പക്ഷേ ഇതൊക്കെ തന്നെ അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഇതേ ആശുപത്രി ഇത്തരത്തിലുള്ള ചികിത്സകളുമായിട്ട് മുന്നോട്ട് പോവുക തന്നെയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചികിത്സകൾ മാത്രമല്ല, ഈ പ്രസവം, അതായത് എന്താണ് നമ്മള് ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള പ്രസവം ഉണ്ടല്ലോ, അത് സിസേറിയൻസ്, അതിലും ഇതുപോലെ 2 പ്രാവശ്യം 2 കേസുകൾ ഇപ്പൊ പിന്നെ അതുപോലെ SIT ഹോസ്പിറ്റലിൽ, ഈ SUT ഹോസ്പിറ്റലിലെ പ്രകാരം SIT ഹോസ്പിറ്റലിൽ വന്നതായിട്ട് നമ്മൾ അറിഞ്ഞു. പക്ഷെ അവരൊന്നും കേസിനായി പോയതായിട്ടൊന്നും അറിയില്ല. ഇതുപോലെ ഒരുപാട് പിഴവുകൾ ഈ SUT ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അതൊരു മാപ്പ് പോലും ചോദിക്കാൻ ഈ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. എന്നെ ഒരു മാപ്പും എന്നല്ല, ഒരു കാര്യത്തിനും അവർ യാതൊരു കാര്യത്തിനും ഇടപെട്ടിട്ടില്ല. ഈ എന്നെ സർജറി ചെയ്ത് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിൽ മാറ്റിയ അന്ന് തന്നെ ഈ എന്നെ ഫസ്റ്റ് സർജറി ചെയ്ത ലൈല ഡോക്ടർ കാണാനായിട്ട് SIT ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ എന്താണ് മാഡം ഇവിടെ വന്നത്, എങ്ങനെ വന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞതാണ്, ഇവിടെ ഉള്ളതെല്ലാം എൻ്റെ സ്റ്റുഡൻസ് ആണ്, എൻ്റെ ഞാൻ പഠിപ്പിച്ച കുട്ടികളാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത്രയും ഒരു ഹോൾഡ് ഈ ഡോക്ടർക്ക് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെയുള്ള ഡോക്ടേഴ്സും എന്നെ ഇതിൽ നിന്നെല്ലാം മറച്ചു വെച്ചത്. ആദ്യത്തെ ഞാൻ ആദ്യമായിട്ട് അവിടെ എന്നെ നോക്കിയത് 2 PG സ്റ്റുഡൻസ് ആണ്. ആ കുട്ടികള് PV ചെയ്ത് നോക്കി അങ്ങോട്ട് സ്പോട്ടിൽ പറഞ്ഞു അകത്ത് കോട്ടനുണ്ട് എന്ന്. അപ്പൊ ഇത് ഞാൻ ഈ സർജറി കഴിഞ്ഞിട്ട് പിന്നെ ഈ ലൈല ഡോക്ടറെ അടുത്ത് പോയി നോക്കിയിട്ടും അവര് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും PV ചെയ്യുന്നുണ്ട്, കണ്ടുപിടിച്ചിട്ടില്ല. അറിയാമായിരുന്നിട്ട് പോലും അവർ എൻ്റെ അടുത്ത് പറയാത്തതാണ് എന്നാണ് എനിക്ക് പിന്നീട് മനസ്സിലായത്. അതാണ് ഇത്രയും വേദനയ്ക്കും ഈ അസുഖം കൂടാനുള്ള ഒരു കാരണവും കൂടി. ഇത് എന്തെങ്കിലും നമുക്കിപ്പോ ഒരു ഡോക്ടർ പറയുന്നതല്ലേ മനസ്സിലാവുള്ളൂ. അതെ, ഞാൻ 2 ദിവസം കൂടി ഇത് വെച്ചുകൊണ്ട് ഇരുന്നുവെങ്കിൽ വയറിനകത്ത് പുഴു വന്നേനെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവിടെ SIT ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞത്. എന്ന് വെച്ചാൽ അത്രയും സീരിയസ് ആയിട്ട് ഞാൻ മാറിക്കഴിഞ്ഞു. ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഒരു വിധത്തില് നന്നായിട്ട് തന്നെ ഡാമേജ് ആയി. എന്നെ ഒരു 13 ദിവസം അവിടെ കിടത്തിയതിന് ശേഷം ഞാനൊന്ന് ഓക്കെയാണ് എന്ന് കണ്ടിട്ടാണ് എന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തത്. നമ്മളിപ്പോ SIT ഹോസ്പിറ്റലിൽ പോയി ഒരു സർജറി ഒക്കെ ചെയ്യണമെങ്കിൽ മാസങ്ങളോളം നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും, ഓരോ ടെസ്റ്റുകളായിട്ട്. പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് ചെന്ന് അന്ന് രാവിലെ പോയി അന്ന് വൈകുന്നേരം എന്നെ സർജറി ചെയ്ത് 5 ദിവസമാണ് അവിടുത്തെ ICUയിൽ കിടന്നത്. അപ്പോ അത്രയും സീരിയസ് ആയതുകൊണ്ട് മാത്രമാണ് അവർ അന്ന് തന്നെ സർജറി ചെയ്തത്. അത്രയും ഒരു വേദനയോ വിഷമെന്ന് വെച്ചാൽ നേരെ ഇരിക്കാനോ കിടക്കാനോ ഒക്കെ ഞാനൊന്ന് ആഗ്രഹിച്ച ഒരുപാട് ദിവസങ്ങളുണ്ടായി. അത്രയും വേദന ഇട്ട് ഇങ്ങനെ തീരെ സഹിക്കാൻ വയ്യാതായപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിലേക്ക് വന്നത്. ഇത്രയും വന്നിട്ടും എന്നെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാനോ എന്താണെന്ന് നോക്കാനോ ഈ ഡോക്ടർ പിന്നെ ഒന്ന് തുനിഞ്ഞിട്ടില്ല. എന്നെ പിന്നെ 1 മാസം ആയപ്പോഴത്തേക്ക് പിന്നെ ഈ SUT ഹോസ്പിറ്റലിൽ ഒന്നുകൂടി അഡ്മിറ്റ് ചെയ്തു. പക്ഷെ എന്നിട്ട് അവർ സ്കാൻ ചെയ്തൊന്നും നോക്കിയിട്ടില്ല. അവിടെ കിടന്ന് 2 നേരം ഒരു ഡ്രിപ്പ് വഴിയാണ് മരുന്നിട്ട് തിരിച്ചെണ്ണഞ്ഞു വിട്ടു. രണ്ടാമത് പിന്നെ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ലാസ്റ്റ് എന്താണ് ഡോക്ടർ പറയുന്നതെന്ന് അറിയാൻ വേണ്ടി ഡോക്ടറെ അടുത്ത് ഒന്നുകൂടി കൊണ്ടുപോയി. അന്നേരം ഡോക്ടർ പറഞ്ഞത് എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ഇനി ഇതിന് പരിഹാരമൊന്നും ഇല്ലെന്നാണ് ഈ ലൈല ഡോക്ടറിന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞത്. അത്രയും ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടാണ് അവർ പ്രതികരിച്ചത്. ഒരു ഭയങ്കരമായിട്ട് വിഷമം തോന്നിപ്പോയി. ഇനി ഇതിൽ എന്ത് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം? ആരോഗ്യമന്ത്രി അടക്കം സമീപിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ ആരോഗ്യമന്ത്രി, ചീഫ് മിനിസ്റ്റർ, നമ്മള് പോലീസില്, DGPക്ക്, പിന്നെ മനുഷ്യാവകാശ കമ്മീഷന്, കളക്ടർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഓരോ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നമ്മളെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് നാളെ ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. കേസ് രജിസ്റ്റർ ചെയ്ത് എൻ്റെ മൊഴി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ
ഹസ്ബൻഡിന്റെയും മമ്മിയുടെയും മൊഴി എടുക്കാൻ വേണ്ടിയിട്ട് നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ശരി, വളരെയധികം നന്ദി പ്രതികരിച്ചതിന്. രശ്മിയിലേക്ക് പോവുകയാണ്. രശ്മി, ഇത് കഴിഞ്ഞ വർഷം നടന്ന ഒരു സർജറി ആയിരുന്നു. അതിനുശേഷം നിരവധി തവണയാണ് അവർ ഈ ആശുപത്രിയിൽ സമീപിച്ചത് വേദന കാരണം. എന്നിട്ട് പോലും ഒരു സ്കാൻ പോലും ചെയ്യിച്ചിട്ടില്ല ആശുപത്രി അധികൃതരൊപ്പം. ഗൈനക്കോളജിസ്റ്റായ ലൈല, അത് പേരെടുത്ത് തന്നെ അവർ പറയുന്നുണ്ട്. ലൈല എന്ന് പറയുന്ന അവർ ഭർത്താവിനോട് പറഞ്ഞത് ഇതെല്ലാം ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നാണ്. ഈ തെറ്റ് മറച്ചു വയ്ക്കുകയും ചെയ്തു. ഒപ്പം ഒരു ജീവൻ ആപത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ഈ ആശുപത്രി ഡോക്ടർമാർ അടക്കം ചെയ്തിട്ടുള്ളത്. അതെ രജനി, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ കേസ് വന്ന സമയത്ത് തന്നെ ഈ ഡോക്ടർ ലൈല, ഗൈനക്കോളജി വിഭാഗത്തിലെ ഈ ഡോക്ടർ ലൈലയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടിയിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിച്ചതായി വളരെ വ്യക്തമാണ്. കാരണം ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടില്ലേ എന്നുള്ള ചോദ്യത്തിന് തന്നെ വളരെ പരിങ്കലോടുകൂടിയാണ് ആ ഡോക്ടർ മറുപടി പറഞ്ഞത്. എനിക്കിപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല, ഇപ്പോൾ ഈ വിഷയത്തിൽ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല, എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഡോക്ടർ ലൈല കോള് കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അവർ ഇത്രത്തോളം നാളുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടറാണെങ്കിൽ ഈ ഒരു മോപ്പ് അകത്ത് കുടുങ്ങിയത് തുടർച്ചയായി ചെയ്ത സ്കാനിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം. എന്നിട്ടും അത് മനഃപൂർവ്വം മറച്ചു വെക്കുന്നത് തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഈ കുടുംബം തന്നെ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ വേണം എന്നുള്ളതാണ്. സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രകാരം ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലുള്ള പരാതികൾ വരുന്ന സമയത്ത് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയൊക്കെ അന്വേഷണം നടത്തുമെന്ന് ഉറപ്പ് നൽകുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്യും. പക്ഷേ പിന്നീട് ഈ അന്വേഷണ റിപ്പോർട്ട് എവിടെ, അല്ലെങ്കിൽ അതിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചു, ഇതൊക്കെ നമുക്ക് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സംഭവത്തിലൊക്കെ നമുക്കറിയാം. എത്രയോ കാലങ്ങൾക്ക് ശേഷം പിന്നീട് ഒരു നടപടി, അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൈകലുകൾ ഈ ഒരു കേസിൽ ഉണ്ടാകരുത്, അതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഇത്തരത്തിൽ ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ കുടുംബം ഉൾപ്പെടെ പറയുന്ന ഒരു കാര്യം. അവർക്ക് നീതി വേണം എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഈ മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്തും ഇപ്പോൾ ഈ പരാതിക്കാർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആന്തരിക അവയവങ്ങൾക്കൊക്കെ കേടുപാട് സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങി. കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ പുഴുവരിക്കുന്ന ഒരു നിലയിലേക്ക് പോകുമായിരുന്നു. കാരണം ഈ സംഭവം നടക്കുന്നത് ഞാൻ പറയുന്നു 2023 എന്ന് പരാതിക്കാരി പറയുന്നു. 72 ദിവസങ്ങളോളം അവർ ആ വേദന സഹിക്കുന്നു. പിന്നീടും പല ആശുപത്രികളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അടക്കം എത്തുന്നു. അതിനു മുൻപും ഇതേ ആശുപത്രി, വേങ്ങോട് ആശുപത്രിയിൽ തന്നെ പലതവണ ഡോക്ടറെ കാണുന്നു. അപ്പോൾ ഇത്രത്തോളം വൈകിയത് കൊണ്ട് തന്നെ ആ മോപ്പ് അഴുകി ദ്രവിക്കുകയും ആന്തരിക അവയവങ്ങൾക്ക് കേട് സംഭവിക്കുകയും പുഴുവരിക്കുന്ന നിലയിലേക്ക് അവർ പറയുന്നു. ഒന്ന് ോ അല്ലെങ്കിൽ കിടക്കാനോ ഒന്ന് അവർ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. അമിതമായിട്ടുള്ള രക്തസ്രാവം, പഴുപ്പ് വെളിയിലേക്ക് വരുന്നു, ദുർഗന്ധം വരുന്നു. ഇത്രത്തോളം ഗുരുതരാവസ്ഥയിൽ ഒരു രോഗി ചെന്നിട്ടും ആ ഡോക്ടർ ഇടപെട്ടില്ല എന്നുള്ളതാണ്. ഒരു മാപ്പ് പറയാൻ പോലും തയ്യാറായില്ല. അത് മാത്രമല്ല രശ്മി, അവിടെ പഠിക്കുന്ന ഈ PG ഡോക്ടർമാർ പറയുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഈ മോപ്പ് കുടുങ്ങിയിട്ടുണ്ട് എന്ന്. പക്ഷെ അത് അവർ ഡോക്ടറോട്, സീനിയർ ഡോക്ടറോട് പറഞ്ഞിട്ട് പോലും ആ ഡോക്ടർ അത് കേട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ പരാതിക്കാരൻ നമ്മളോട് തന്നെ പറഞ്ഞത്. അതെ, ഡോക്ടർ അജിത്താണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രണ്ടാമത് ഈ ശസ്ത്രക്രിയ നടത്തിയത്. ഈ ഡോക്ടർ ലൈല, അതായത് വേങ്ങോട് ആശുപത്രിയിലെ ഡോക്ടർ ലൈല ഈ സർജറി നടന്ന ദിവസം ആ ആശുപത്രിയിൽ എത്തി എന്നുള്ളതും വളരെ സംശയം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പരാതിക്കാരി തന്നെ പറയുന്നു, സർജറിക്ക് ശേഷം തന്നെ കാണുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ഡോക്ടർ എത്തിയിരുന്നു. വളരെ അവിചാരിതമായി എത്തിയതാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. തങ്ങൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത് എന്നും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ മോപ്പ് ഇവരെ കാണിച്ചിട്ടില്ല. പക്ഷേ ആദ്യം ചെയ്ത സ്കാനിൽ ഈ സർജിക്കൽ മോപ്പ് വയറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് PG വിദ്യാർത്ഥികൾ തന്നെ ഇവരോട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാകാം ഈ ഡോക്ടർ ലൈലയുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ഒരു കാര്യം പുറത്തേക്ക് വരാതിരുന്നത് എന്നുള്ളതാണ്. അതായത് മനുഷ്യജീവന് യാതൊരു വിലയും വെക്കാതെ ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ ഇത് മറച്ചു വെക്കുന്നു. ഇപ്പോൾ തന്നെ നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്. ജില്ലാ കളക്ടർക്ക് പരാതി നൽകി, മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, DGPക്ക് പരാതി നൽകി, ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി. ഇവിടങ്ങളിലെല്ലാം തന്നെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് എല്ലായിടങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോവുകയും ഇതിന്മേൽ കർശനമായിട്ടൊരു നടപടി സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ള കേസുകളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. പക്ഷേ അത്തരത്തിൽ മുന്നോട്ട് പോകുന്നതാണ് ഈ ഒരു സംഭവങ്ങൾ. ഇത്തരത്തിലുള്ള ചികിത്സാ പിഴവുകൾ, മനുഷ്യജീവനാണ്, അതിനൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ച അത് മറച്ചു വെക്കപ്പെടുന്നത്. ആന്തരികാവയവങ്ങൾക്ക് കേട് സംഭവിക്കുകയും അത് പുഴുവരിക്കുന്ന നിലയിലേക്കൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ, കാരണം ഇത്രത്തോളം വർഷത്തോളം ഒരു സർജിക്കൽ മോപ്പ് ഒരു മുഴ നീക്കം ചെയ്തതിന് ശേഷം വയറ്റിനകത്ത് കൊണ്ടു നടക്കുക, അതിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകൾ
അനുഭവിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് പറയുന്നതിനേക്കാൾ അത് അനുഭവിക്കുന്ന ആൾക്കായിരിക്കും എത്രത്തോളം വേദന ഉണ്ടാവുക. അവർ അത്രയും വിഷമത്തോടു കൂടിയാണ് ഒന്ന് കിടക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് നന്നായി ഇരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്നൊക്കെ അവർ പറയുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണം ആരംഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ അതിന്മേൽ വളരെ പെട്ടെന്ന് തന്നെ അന്വേഷിച്ച് നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. യെസ്, തീർച്ചയായിട്ടും. എന്തായാലും ഇങ്ങനെയുള്ള ചികിത്സാ പിഴവ് ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ രശ്മി പറഞ്ഞതുപോലെ തന്നെ ഒരു അന്വേഷണ സംഘത്തെ തന്നെ നിയോഗിക്കുന്നു. അവസാനം ആ റിപ്പോർട്ട് പോലും കാണാത്ത സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾ അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹർഷീന അനുഭവിച്ച ആ ഒരു ദുരന്തമൊക്കെ തന്നെ നമ്മൾ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനിപ്പോഴും ഒരു അറുതി വന്നിട്ടില്ല എന്നാണ്. എന്തായാലും ഈ ഒരു സംഭവത്തിലെങ്കിലും ഒരു നടപടി എത്രയും വേഗം എടുക്കണം. റിപ്പോർട്ടുകളൊന്നും പൂഴ്ത്തി കളയാനുള്ളതല്ല. എന്തായാലും ഈ ചികിത്സാ പിഴവുകൾ ഇനിയെങ്കിലും ഒരു ആശുപത്രിയിലും സർക്കാർ തലത്തിലോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രി തലത്തിലോ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് തന്നെയാണ് വീണ്ടും പറയാനുള്ളത് ആരോഗ്യവകുപ്പിനോട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രശ്മി കാർത്തിക. ഒപ്പം പ്രതികരിച്ച പരാതിക്കാരിക്കും നന്ദി.